ഒരു പ്രഖ്യാപനം, അതിൽ വിറച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥ. പകരച്ചുങ്കം എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തകർന്നടിഞ്ഞിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റുകൾ. ഏഷ്യൻ മാർക്കറ്റുകളെ ആദ്യ ദിനത്തിൽ ബാധിച്ച തകർച്ച പക്ഷേ അമേരിക്കൻ വിപണിക്കും തിരിച്ചടിയായി. വിചിത്രമായ ആശയങ്ങളും പ്രഖ്യാപനങ്ങളും കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന ട്രംപിന് ഇക്കുറി പാളിയോ? ട്രംപിന്റെ വിശ്വസ്തരായ ബിസിനസ്സുകാർക്കുൾപ്പെടെ കനത്ത നഷ്ടം നേരിട്ട് കഴിഞ്ഞു. പല രാജ്യങ്ങളും ട്രംപിനെ എങ്ങനെ നേരിടണം എന്ന് തലപുകയ്ക്കുന്നു. ആഗോള മാന്ദ്യം എന്ന ദുർഭൂതത്തെ തുറന്നുവിടുമോ ഡൊണാൾഡ് ട്രംപ്? അത് താങ്ങാൻ ലോകത്തിന് സാധിക്കുമോ? ആദ്യം 59 സെക്കൻഡിൽ RDX റാപ്പ് പരിശോധിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കങ്ങളുടെ ആഘാതത്തിൽ നിന്ന് കരകയറാനാകാതെ നിൽക്കുകയാണ് ആഗോള വിപണി. കോവിഡിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് US വിപണി. $6 ട്രില്യൺ നഷ്ടമാണ് US വിപണിയിൽ ഉണ്ടായത്. പ്രതിസന്ധി നേരിടുമ്പോഴും താരിഫ് എന്ന കയ്പുമരുന്ന് കുടിച്ചേ തീരുവെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം. ഏഷ്യയിലെ ഇക്വിറ്റി മാർക്കറ്റുകൾ ഇടിഞ്ഞു. യൂറോപ്യൻ ഓഹരികൾ 16 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണു. എണ്ണവില ഇടിഞ്ഞു. ചൈനയിലും ഹോങ്കോങ്ങിലെയും ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. ഇന്ത്യൻ വിപണികളിൽ സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞാണ് തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചത്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിലൂടെ സമവായ കരാറിനാകും ഇന്ത്യ ശ്രമിക്കുകയെന്നതാണ് റിപ്പോർട്ടുകൾ. 2 മാസത്തിനിടയിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന രൂപയുടെ മൂല്യം ഇന്ന് 38 പൈസ ഇടിഞ്ഞ് 85.82 എത്തി നിൽക്കുന്നത്. RDX റാപ്പ്. ട്രംപ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ലോകത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ നമുക്ക്. പറഞ്ഞത് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ട്രംപ് നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളാണ്. അദ്ദേഹം പെട്ടെന്ന് അങ്ങ് നടപ്പാക്കുന്നതല്ല. കണ്ണ് ചുങ്കത്തിന് ചുങ്കം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. വ്യാപാര കമ്മി കുറയ്ക്കാൻ താരിഫ് നയം പൊളിച്ചു നീക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അമേരിക്കയെ പിഴിഞ്ഞ് ആണ് മറ്റു രാജ്യങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കുകയാണെന്നായിരുന്നു പ്രഖ്യാപനം. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം MAGA, MAGA, മാഗ എന്ന വാക്ക് എല്ലായിടത്തും കാണാം. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെയും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മാഗ അധിക നികുതി ചുമത്തുന്നവർക്ക് അതേ നികുതി ചുമത്തും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് താരിഫ് ചുമത്തും എന്ന് ആദ്യം തന്നെയും പ്രഖ്യാപിച്ചു. അതാണ് പകരച്ചുങ്കം. പകരം മറുരാജ്യം കയറ്റി അയക്കുന്ന ഉൽപ്പന്നത്തിനും താരിഫ് ഏർപ്പെടുത്തും. ഇതാണ് പകരച്ചുങ്കം. ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനം സർക്കാരിന് തീരുവ നൽകണം എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. തീരുവ ഭാരം ഉപഭോക്താവിൻ്റെ ചുമലിലാണ് എന്നതാണ് അതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരെയും ബാധിക്കുന്നത്. വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനാണ് ഈ പകരത്തിന് പകരം എന്നതാണ് അമേരിക്ക പറഞ്ഞത്. വ്യാപാര കമ്മി കുറച്ച് ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തും എന്നതായിരുന്നു ട്രംപിൻ്റെ വാഗ്ദാനം. US ഏറ്റവും വലിയ വ്യാപാര കമ്മി ചൈനയുമായിട്ടാണ്. ഇന്ത്യയുമായി $3531 കോടി വ്യാപാര കമ്മിയുണ്ട്. അതുകൊണ്ടാണ് പകരത്തിന് പകരം. ഇന്ത്യക്ക് മുട്ടൻ പണിയാണ് ട്രംപ് കൊടുത്തത്. ഇന്ത്യക്ക് പകരച്ചുങ്കം 26%. വലിയ അതാണ്. നമുക്കറിയാം, വിദേശ മാർക്കറ്റിൽ കണ്ണുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. തകർന്നടിഞ്ഞ് ഓഹരി വിപണി ഇപ്പോൾ നിൽക്കുകയാണ്. സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റുമാണ് താഴ്ന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയാണ്. മറ്റു രാജ്യങ്ങളും പകരച്ചുങ്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കക്കും കിട്ടി ബോധിച്ചു. അമേരിക്കൻ ഓഹരി വിപണിയിലും തകർച്ചയുണ്ടായി. ഡൗ ജോൺസ് മാർക്കറ്റ് 3000 പോയിന്റ് ഇടിഞ്ഞു. അമേരിക്കയിലും വലിയ ട്രംപ് വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. അവിടെ അമേരിക്കയിൽ ട്രംപിൻ്റെ പകരച്ചുങ്കത്തിൽ വിശ്വസ്തർക്കും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള വലിയ വ്യവസായികൾക്കും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ വ്യവസായ ഭീമന്മാർക്ക് വൻ തകർച്ചയാണ് കാണുന്നത്. ഇലോൺ മസ്കിൻ്റെ ടെസ്ലയ്ക്ക് നഷ്ടം $13,900 കോടി. ആപ്പിൾ $53,500 കോടി നഷ്ടം ആപ്പിളിന് നേരിട്ടു. ആമസോൺ $26,500 കോടി നഷ്ടം. പണി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ തന്നെയാണ്. മെറ്റയ്ക്ക് $20,000 കോടി നഷ്ടമുണ്ടായി. ഇതാണ് കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചെറിയ കയ്പുള്ള മരുന്ന് കുടിക്കേണ്ടി വരും, കുറച്ചു കാലം കാത്തിരുന്നാൽ പക്ഷേ കാര്യങ്ങൾ തിരിച്ചു വരും എന്ന്. നമ്മളെ ഒരു വലിയ ആഗോള ദുരന്തത്തിലേക്ക് പോകുമോ? ഇതുവരെയുള്ള പ്രവചനങ്ങൾ 2008 സമാനമായ സ്ഥിതിയിലേക്ക് ലോകം പോകും എന്ന് തന്നെയാണ്. അതായത് 2008 നമുക്കറിയാവുന്ന ഒരു കാലത്ത് വലിയ ആഗോള മാന്ദ്യത്തിലേക്ക് പോയത്. അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് ലോകത്തെ കൊണ്ടെത്തിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന സാമ്പത്തിക വിദഗ്ധരുടെ ഏറിയ കൂറും പ്രവചനങ്ങൾ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആർക്കാണ് ഇപ്പം മെയ്ക്ക് അമേരിക്ക വെൽത്തി അഗെയിൻ എന്നാണല്ലോ പ്രഖ്യാപിക്കുന്നത്. ആരെയാണ് വെൽത്തിയാക്കുന്നത്? ആർക്കാണ് ഈ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്? ആ ചോദ്യം അമേരിക്കയിൽ തന്നെ ഉയരുന്നുണ്ട്. ആ ചോദ്യം ഒറ്റ കാര്യമേ ഉള്ളൂ,
ഉള്ളൂ കോർപ്പറേറ്റുകളെ ഇപ്പോൾ തൽക്കാലത്തേക്ക് തിരിച്ചടി നേരിട്ടുണ്ടെങ്കിലും ഇതിനെ അതിജീവിക്കാൻ വേണ്ട തന്ത്രങ്ങൾ കോർപ്പറേറ്റുകളുടെ കയ്യിലുണ്ട്. കോർപ്പറേറ്റുകൾക്ക് തന്നെയാവും അതിൻ്റെ ആത്യന്തികമായ ഫലമുണ്ടാവുക, പ്രത്യേകിച്ച് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് എന്ന് തന്നെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇപ്പോൾ തന്നെ ഉരുക്ക് കമ്പനികൾക്ക്, അതുപോലെ തന്നെ ഓട്ടോ കമ്പനികൾക്ക് ഒക്കെ 3-4% ഓഹരി ഉയർന്നിട്ടുണ്ട്. ഈ വലിയ തകർച്ചയ്ക്കിടയിലും അമേരിക്കൻ കമ്പനികൾക്ക് ഉയർന്നിട്ടുണ്ട്. അതേസമയം ആരാണ് അവിടെ തകരുന്നത്? അത് അവിടുത്തെ സാധാരണക്കാരനാണ്. ഇപ്പോൾ അവക്കാഡോ ടോസ്റ്റിന് അവിടെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തമാശ 15% വരെ ഭക്ഷണ സാധനങ്ങൾക്ക് വില കയറി എന്നുള്ളതാണ്. അവരുടെ സ്ഥിരം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ 15%. അതാണ് അവക്കാഡോ ടോസ്റ്റ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് വലിയ 5 സ്റ്റാർ വിഭവമായി മാറി എന്നാണ് അവർ തന്നെ പറയുന്നത്. അതുപോലെ വസ്ത്രങ്ങൾക്ക് നിന്ന നിപ്പിൽ 50% വരെ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വലിയ തിരിച്ചടി അമേരിക്കയിൽ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ആരെയാണ് ഇത് ബാധിക്കുന്നത്? സാധാരണക്കാരെ. ഈ സമ്പന്നർക്ക് ഇതൊരു വലിയ പ്രശ്നമായി ഒരു സമയത്തും തോന്നില്ല. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് $3,600 വരെ, ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും $3,600 വരെ അവരുടെ ജീവിത ചെലവ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അമേരിക്കയിൽ തന്നെ. അത് കോർപ്പറേറ്റിനെ അല്ലെങ്കിൽ സമ്പന്ന വർഗത്തെ ബാധിക്കുന്നതല്ല. അപ്പോൾ ആരെയാണ് വെൽത്തിയാക്കുന്നത്? അതവിടുത്തെ സമ്പന്നരായ ആളുകളെ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിലൊരു അതായത് ധനിക കോർപ്പറേറ്റുകൾക്ക് ലാഭം, സാധാരണക്കാർക്ക് വിലക്കയറ്റം, അതോടൊപ്പം ആഗോള അസമത്വം. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ആഗോള അസമത്വമാണ്. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം തന്നെ എടുത്താൽ ഇവിടുന്ന് കശുവണ്ടി, അതുപോലെ തന്നെ ചെമ്മീൻ, ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക്. ഇതിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡിമാൻഡ് കുറയും. വേറെ എന്തെങ്കിലും എളുപ്പത്തിൽ ചിലവ് കുറച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകാനായിരിക്കുമല്ലോ അവരും ആലോചിക്കുക. ഇപ്പോൾ ഈ അവക്കാഡോയ്ക്ക്, മെക്സിക്കോയിൽ നിന്നുള്ള അവക്കാഡോയ്ക്ക് വില കൂടിയതുപോലെ ഇതിനും വില അവിടെ കൂടുകയാണ്. അത് വേണ്ട എന്ന് നോക്കുമ്പോൾ ഈ കയറ്റുമതി എന്നത് ഇവിടെ കുറയും. സ്വാഭാവികമായിട്ട് എന്താണ്, ഇവിടുത്തെ ദരിദ്രര് ഒന്നുകൂടി ദരിദ്രരാകും. അതാണ് ഇതിന്റെ ഒറ്റ കാര്യം അവസാനിപ്പിക്കാം, നമ്മുടെ സമയം. അതായത് ജീൻ റസ്സേ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് നമ്മുടെ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റേസിംഗ് കാറിൻ്റെ ടയറിലേക്ക് വെടിവെക്കുന്ന പോലത്തെ പരിപാടിയാണ് ഈ നോട്ട് നിരോധനം കൊണ്ടുണ്ടായത്. വണ്ടി മറിഞ്ഞ് വലിയ അപകടം ഉണ്ടായി. അതുപോലത്തെ ഒരു കാര്യമാണ്. അതായത് നോട്ട് നിരോധനം എന്താണോ സംഭവിപ്പിച്ചത് അതുപോലൊരു കാര്യമാണ് ട്രംപ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ള തോന്നലാണ് അതിനേക്കാൾ വലുത് സ്വാഭാവികമായിട്ടും. പക്ഷേ നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരു കാര്യം അതാണ്. അതായത് ഒരു പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന കച്ചവട ചെയിനെ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ കാറ് മറിഞ്ഞു പോകുന്നത് പോലെ ഈ സാമ്പത്തികാവസ്ഥ ആകെപ്പാടെ താളം തെറ്റുമോ ലോകത്തെമ്പാടും എന്ന ആശങ്കയാണ് എവിടെ നോക്കിയാലും. എക്കണോമിസ്റ്റ് അടക്കമുള്ള അല്ലെങ്കിൽ ഗാർഡിയൻ അടക്കമുള്ള അമേരിക്കാനുകൂലികളായിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇതിന്റെ ഒരു പഠനത്തെക്കുറിച്ച് ഇയാൾ ഒരു ക്രേസി കക്ഷി ആയതുകൊണ്ട് എക്സ്ട്രീമായി എന്തും ചെയ്തു കളയും. ഇപ്പൊ ഈ ഹേർഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപ് എന്നും പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ ഒരു പ്രദേശമുണ്ട്. അവിടെ ആകെപ്പാടെ ഈ പെൻഗ്വിനുകൾ മാത്രമാണുള്ളത്. അവർക്കും ചുമത്തിയിട്ടുണ്ട് 10%. നമുക്ക് അവസാനിപ്പിക്കും. ഈ ലോകത്തിന് എന്ത് വലുപ്പമാണ് എന്ന നമ്മുടെ വിസ്മയം ചിലപ്പോൾ അസ്ഥാനത്താകും. ഒരേ ഒരു വ്യക്തിയുടെ പിടിവാശിയും ചിന്തയില്ലാത്ത സാഹസികതയും ചരിത്രത്തിൽ ഇതിനു മുമ്പും ലോകത്തിന്റെ ക്രമം തെറ്റിച്ചിട്ടുണ്ട്. പ്രതികാര ചുങ്കത്തിൽ പിന്നോട്ടില്ല എന്ന് ട്രംപ് ഉറപ്പിച്ചതോടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലെ ഒരു കാർമേഘം ഉരുണ്ടുകൂടിയിരിക്കുന്നു. 2008 ശേഷം മറ്റൊരു മാന്ദ്യകാലത്തേക്ക് ലോകം ചുവടുവെക്കുകയാണോ എന്ന വായനയ്ക്ക് ഇപ്പോൾ സമയമായിട്ടില്ല. പക്ഷേ ഏഷ്യൻ വിപണി പ്രത്യേകിച്ചും 2008 ശേഷം ഇതുപോലെ തകർന്നടിഞ്ഞിട്ടില്ല. അമേരിക്കക്ക് തത്തുല്യ ചുങ്കം ചുമത്താനുള്ള ചൈനയുടെ തീരുമാനവും വിപണിയെ ഉലച്ചു. സ്വന്തം നയം മൂലം അമേരിക്ക തന്നെ മാന്ദ്യത്തിലേക്ക് ചുവടുവെക്കുന്നത് കണ്ടു നിൽക്കുകയാണ് ട്രംപ്. ജോക്കർ എന്ന വിഖ്യാത സിനിമയുടെ ക്ലൈമാക്സിൽ വാക്വിൻ ഫിനിക്സ് അനശ്വരമാക്കിയ കഥാപാത്രം ഗോഥം നഗരത്തിന് തീ കൊടുക്കുന്നത് വെറുതെ ഓർമ്മിച്ചു പോകുന്നു. തീപിടിച്ച തെരുവിൽ ഇടിച്ചു തകർന്നൊരു പോലീസ് കാറിന് മീതെ നായക പരിവേഷത്തോടെ ആർതർ ഫ്ലക്സ് എന്ന ജോക്കർ നിൽക്കുന്ന രംഗത്തോടെയാണ് ആ സിനിമ അവസാനിക്കുന്നത്.